നമസ്കാരം. പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസീന, എന്നോടൊപ്പം ഉള്ളത് മരിയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇന്ന് മെയിനായിട്ട് എല്ലാ പത്രത്തിലും ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തേക്കുന്നതെന്ന് പറയുന്നത് EDയുടെ നിലപാടാണ്. അതായത് പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മകളായ വീണ വിജയനും തമ്മിലുള്ള ഒരു മാസപ്പടി വിവാദം വലിയ രീതിയിലുള്ള ഒരു ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം അതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ളൊരു വാർത്തയാണ് എല്ലാ പത്രങ്ങളിലും മെയിനായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ മാസപ്പടി അന്വേഷണത്തിൽ കോടതി വിലക്കില്ല, ED മിന്നലാകും. അതായത് കോടതിയുടെ വിലക്കിനി നിലനിൽക്കില്ല എന്നുള്ളതാണ് മെയിനായിട്ടൊരു വാർത്ത. അപ്പം EDക്ക് എന്ത് തരത്തിലുള്ള അന്വേഷണവും നടത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാകും. അപ്പം CMRനെതിരായ മാസപ്പടി കേസിൽ അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ചും അനുമതി നൽകിയതോടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ, CMRൽ ഉദ്യോഗസ്ഥർ എന്നിവരെ ED ഉടൻ ചോദ്യം ചെയ്യുമെന്ന സൂചന. CMRന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ തിങ്കളാഴ്ച കഴിയും. ഇന്നും നാളെയും അപ്രതീക്ഷിത നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പം ഇനിയും തിങ്കളാഴ്ച അപ്പീൽ നൽകാൻ കഴിയുകയുള്ളൂ. അപ്പം ഇന്നും നാളെയും അവർക്ക് നിർണായകമായിരിക്കും. അപ്പൊ വീണയെ അടക്കം ചോദ്യം ചെയ്യുമെന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുമെന്ന് നമുക്കറിയില്ല. കാരണം ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ തുടരുന്ന ഒരു കാരണം നേരത്തെ ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്നവരായിരുന്നു ഭരണപക്ഷത്ത് ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്ക് സ്വാധീനിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. പ്രതിപക്ഷ സ്ഥാനത്താണ് പിണറായി വിജയൻ അടക്കം നിലനിൽക്കുന്നത്. ഹൈക്കോടതിന്റെ ഈ ഒരു നടപടി വന്നതോടുകൂടി ഭരണപക്ഷത്തിന് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. കാരണം ഇതിനകത്ത് എന്താണ്, ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ ജനങ്ങൾക്കും ഒരുപോലെ തന്നെ ആഗ്രഹമുണ്ട്. അപ്പൊ പരാതി ഇല്ലെങ്കിലും അന്വേഷിക്കാമെന്നാണ് ഹൈക്കോടതി നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 2 ദിവസങ്ങൾ അപ്പീൽ തിങ്കളാഴ്ച നൽകാൻ കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശനി ഞായർ ദിവസങ്ങൾ നിർണായകമായിരിക്കും. അപ്പം ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ് അതിന്റെ യാഥാർത്ഥ്യമെന്നും അതിന് ഉള്ളിലെ കള്ളക്കളികൾ എന്താണെന്നും EDക്ക് എതിരെ ഉണ്ടായിരുന്ന ഈ ആക്രമണത്തിനൊക്കെ തുടർന്ന് അത് വലിയ രീതിയിലുള്ള വിവാദവുമായിരുന്നു. അതെ, അപ്പൊ തുടർ നടപടികൾ എന്തായാലും ഇതിലൂടെ തന്നെ തെളിയട്ടെ. മറ്റൊരു വാർത്ത, സ്ത്രീകളുടെ സൗജന്യ യാത്ര അന്തിമ തീരുമാനം ഗതാഗത വകുപ്പ് മുഖ്യമന്ത്രിക്ക് വിട്ടു എന്നൊരു വാർത്തയാണ്. കഴിഞ്ഞ മാസം 15-ന് യാഥാർത്ഥ്യമാകും ഈ ഒരു സൗജന്യ യാത്ര നടപ്പിലാകും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു മാസത്തേക്ക് നീട്ടി. അപ്പൊ അതിന്റെ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പ് മുഖ്യമന്ത്രിക്കാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ച അന്തിമ തീരുമാനം ഗതാഗത വകുപ്പ് മുഖ്യമന്ത്രിക്ക് വിട്ടു. മുഖ്യമന്ത്രി വൈകാതെ യോഗം വിളിച്ച് ഏത് രീതിയിൽ പദ്ധതി വേണമെന്ന് തീരുമാനിക്കും. സൗജന്യ യാത്രാ പദ്ധതി 15-ന് ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപനം. പദ്ധതിയുടെ ആനുകൂല്യം എല്ലാ സ്ത്രീകൾക്കും നൽകുമെന്ന് നേരത്തെ മന്ത്രി CP ജോൺ പറഞ്ഞിരുന്നു. ഇതിന്റെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ ഒരു സൗജന്യ യാത്ര എല്ലാ ബസ്സുകളിലും ഈ ഒരു സൗജന്യ യാത്ര അനുവദിച്ചാല് നഷ്ടം 112 കോടിയാണ്. ഓർഡിനറി ബസ്സിൽ മാത്രമാക്കിയാൽ 57 കോടി, സിറ്റി ഫാസ്റ്റ്, ഓർഡിനറി എന്നിവയിൽ നടപ്പിലാക്കിയാൽ 65 കോടി, ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് എന്നിവയിൽ നടപ്പിലാക്കിയാൽ 90 കോടി എന്നിങ്ങനെയാണ് 3 മാസത്തെ നഷ്ടം കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് മുഖ്യമന്ത്രി ഏത് രീതിയിൽ ഇത് നടപ്പിലാക്കുന്നുള്ളത് ഒരു വലിയ തീരുമാനം തന്നെയാണ്. നടപ്പിലാക്കിയില്ലെങ്കിൽ അവർക്ക് തന്നെ ആയിരിക്കും വിമർശനം. കാരണം ഇലക്ഷന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നടത്തിയ ഒരു പ്രചാരണം ഇതായിരുന്നു. അവർ കൊടുത്ത ഒരു വാഗ്ദാനം ഇതായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു KSRTCയുടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതായിട്ട്. അപ്പൊ അതിന്റെ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇലക്ഷൻ റിസൾട്ട് വന്നു, UDF അധികാരത്തിലേറിയപ്പോൾ തൊട്ട് അതിനെയാണ് ആൾക്കാർ, അതായത് തുടക്കത്തിൽ തന്നെ BJPയിലെ ആളുകൾ അതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അതായത് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടത്തുന്നില്ല. പക്ഷെ അപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് സമയം അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അധികാരത്തിലേറി ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും ഇനിയും അതിനൊരു അന്തിമ തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സർക്കാരിന്റെ പരാജയമായിട്ട് തന്നെ കാണും. പക്ഷെ ഇന്നലെയൊക്കെ വന്ന വാർത്ത എന്ന് പറയുന്നത് ഓർഡിനറി ബസ്സിൽ തന്നെ കൊടുക്കാന്നുള്ള തരത്തിലായിരുന്നു. അതുപോലെ എല്ലാ സ്ത്രീകളെയും പരിഗണിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ തുടർന്നുള്ള നടപടികൾ എന്നുള്ളത് ഇനി നമുക്ക് ഇത്രയും കാലിയായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവരതിനെ എങ്ങനെ മാനേജ് ചെയ്യും? പ്രതിദിനം ഒരു 10 മുതൽ 12 വരെ ലക്ഷം വനിതകൾ സഞ്ചരിക്കും എന്നാണ് കാണുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഈ ഒരു സൗജന്യ യാത്ര ലഭിക്കുമ്പോൾ അത് എത്രത്തോളം നഷ്ടത്തിലേക്ക് എത്തിക്കും? ആ നഷ്ടത്തിന് ഇവരെങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളതാണ് മുഖ്യമന്ത്രി എടുക്കേണ്ട തീരുമാനം. വളരെ നിർണായകമായ ഒന്നാണ് എന്തായാലും. എന്താണെങ്കിലും നമുക്ക് വരും ദിവസങ്ങൾ അതിൻ്റെ തുടർ നടപടികൾ പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം, ഇന്നലെയൊക്കെ നല്ല ശക്തമായ മഴയായിരുന്നു. 2 ദിവസമായിട്ട് ഇപ്പോൾ ശക്തമായ മഴയാണ് കേരളത്തിൽ പെയ്യുന്നത്. അപ്പോൾ ദുരന്ത പെയ്ത്ത് 7 മരണം. ഇപ്പൊ ഇന്നലെ ഉണ്ടായ മഴയിൽ 7 മരണങ്ങളാണ്
സംഭവിച്ചത്. അപ്പം തിരുവനന്തപുരത്ത്, അതായത് സംസ്ഥാനത്ത് ദുരന്തഭീതിയിൽ കനത്ത നാശം. മരം വീണും ഒഴുക്കിൽപ്പെട്ട് മറ്റ് അപകടങ്ങളിലുമായി 7 മരണം. മലപ്പുറത്ത് ദേശീയപാത 66 കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സമീപം ഇന്നലെ അർദ്ധരാത്രി 12ഓടെ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിലിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. അപ്പോൾ അത്തരത്തിലൊരു മരണമുണ്ടായി. അതുപോലെ തന്നെ ഇന്നലെ രാവിലെ കൊടുങ്ങല്ലൂരിൽ വാഗമരം കടപുഴകി വീണ് ശാന്തി എന്ന സ്ത്രീ മരിച്ചു. അതുപോലെ തന്നെ കോഴിക്കോട് പെരിങ്ങാളത്തിന് സമീപം ജാനകി മരിച്ചു. അങ്ങനെ ഒരുപാട് 7 മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഷാഫിദ്, ഷാഹിന, ജഹാന, ഷാഹിർ, മണികണ്ഠൻ, ജാനകി, നിഷാന്ത് എന്നിങ്ങനെ 7 മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം കേരളത്തിൽ നല്ല രീതിയിലുള്ള ശക്തമായ മഴയാണ് ഇനി തുടർന്നും ഉണ്ടാകുന്നത്. അപ്പം 5 ജില്ലകളിൽ റെഡ് അലർട്ടും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും റെഡ് അലർട്ടാണ്. അപ്പം ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. അപ്പം ഇന്ന് കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വലിയൊരു ദുരന്തത്തിലേക്കാണ് ഇപ്പോൾ നമുക്കറിയാം. ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം മരങ്ങൾ വീഴാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അപ്പൊ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒത്തിരി അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇവിടെ സ്കൂളിന്റെ കൽക്കെട്ട് ഇടിഞ്ഞു വീണു. പിന്നെ വീടിന്റെ മേൽക്കൂര തകർന്ന് ഏറ്റുമാനൂര് വീട്ടമ്മയ്ക്കും 2 മക്കൾക്കും പരിക്കേറ്റു. അപ്പം തുടങ്ങിയ സമയത്ത് തന്നെ ഇത്രയും വലിയ ദുരന്തങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒറ്റ മഴയിൽ ദുരിത വർഷം. അതായത് ഒറ്റ മഴയിൽ വെള്ളക്കെട്ട്, കനത്ത കാറ്റിൽ നാശനഷ്ടം. അതായത് ഉച്ചയോടെ മഴ അടങ്ങിയില്ലെങ്കിൽ ജില്ലയിലെ കാലവർഷത്തിന്റെ കെടുതികൾ തുടങ്ങി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സമീപനാളുകളിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്ത ദിവസങ്ങളിൽ ഒന്നായിരുന്നു ഇന്നലെ. അപ്പം 8.7 സെന്റിമീറ്ററാണ് മഴ പെയ്തത്. ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിരപ്പുഴ നാൽപ്പാലത്തി മലയിൽ ശക്തമായ മഴയിലും കാറ്റിലും വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ദുരന്തം നിറഞ്ഞ വാർത്തകളാണ്. അതായത് ശക്തമായ മഴയിൽ ഇനി എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം കൂടുതലും വാഹനാപകടങ്ങൾ, അതുപോലെ മരം റോഡിലേക്ക് വീണുണ്ടാകുന്ന അപകടങ്ങൾ, അതിനൊക്കെയാണ് കൂടുതൽ സാധ്യതകൾ ഉള്ളത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും കഴിയുന്നത്ര ജാഗ്രത പാലിക്കുക. കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിടുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ജാഗ്രത നിലനിർത്തിയാൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ. മിന്നൽ പ്രളയത്തിന് സാധ്യതകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മത്സ്യത്തൊഴിലാളികളായിക്കോട്ടെ എല്ലാവരും ആ ഒരു നിർദ്ദേശങ്ങളും ജാഗ്രതയും തീർച്ചയായും പാലിക്കേണ്ടതാണ്. മറ്റൊരു വാർത്ത, ഡൽഹിയിൽ ഇന്ന് പാറ്റ ഇറങ്ങും എന്ന് പറഞ്ഞിട്ടാണ് പ്രതിഷേധം ജന്തർ മന്ദറിൽ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന ആദ്യ പ്രത്യക്ഷ പ്രതിഷേധ പരിപാടി ഇന്ന് ജന്തർ മന്ദറിൽ നടക്കും. സമാധാനപൂർണമായ പ്രതിഷേധത്തിൽ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചു വേണം പങ്കെടുക്കാനെന്ന് പാർട്ടി വക്താക്കൾ ആഹ്വാനം ചെയ്തു. അപ്പൊ നമ്മുടെ പാർട്ടി ഇറങ്ങുകയാണ് പ്രതിഷേധത്തിന്. അവരുടെ ആദ്യ പ്രതിഷേധ പ്രകടനമാണിന്ന് നടക്കാൻ പോകുന്നത്. ഇതിന്റെ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ് US നിന്ന് ഇന്ന് രാവിലെ ഡൽഹിയിലെത്തും. ഈ ഒരു CJPയുടെ അനുയായികൾ എല്ലാവരും ഇദ്ദേഹത്തിന്റെ വരവിനായിട്ട് കാത്തു നിൽക്കുക തന്നെയാണ്. എന്താണ് ഇനി അതും നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ എത്തുന്നത്. ഇവരുടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും വിദ്യാഭ്യാസം, തുല്യ അവസരം എന്നിവയുടെ പ്രതീകങ്ങളായി ദേശീയ പതാകയും ഒരു പുസ്തകവും കൈവശം വെക്കണമെന്നും പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ പ്രതിഷേധം ഏത് രീതിയിലാണ്, എങ്ങനെ അവര് അതിനെ നോക്കിക്കാണുന്നു, ഭരണപക്ഷം അതിനെങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ വരവിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു വിവാദവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട്, അതായത് നമുക്കറിയാം ഒരു പാർട്ടി, ഒരു ഭരണപരിചയം ഇല്ലാതെ ഒരു പാർട്ടി പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായതുപോലെ നമുക്ക് കാരണം എല്ലാവരെക്കാളും വലിയ രീതിയിൽ പ്രചാരത്തിലായ ഒരു പാർട്ടിയാണ്. അപ്പൊ ഇതിന് പിന്നിൽ എന്തെങ്കിലും കള്ളക്കളികൾ ഉണ്ടോ, അതോ ഇതൊരു യഥാർത്ഥത്തിലൊരു പാർട്ടിയാണോ എന്നൊക്കെ ജനങ്ങൾക്കും അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം ഇത്തരത്തില് ഇതൊരു പാറ്റാ വിപ്ലവം പോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വരും ദിവസങ്ങളിൽ ഇതിന്റെ ഇതിന് പിന്നിൽ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. വരവോടുകൂടി അതിനൊരു തീരുമാനമാവും എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും
ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വാർത്ത, നമുക്കറിയാം തെരുവുനായ ശല്യം പണ്ട് മുതലേ രൂക്ഷമായിരുന്നു. അപ്പം തെരുവുനായ കുറുകെ ചാടി സ്കൂട്ടർ മറിഞ്ഞ ഗവേഷണ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. അപ്പം തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്നുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ VSSCയിലെ ഗവേഷണ വിദ്യാർത്ഥി കോഴിക്കോട് സ്വദേശി അതുൽ തലയിടിച്ചു മരിച്ചു. പിന്നിലിരുന്ന മാതാവ് ജിഷയ്ക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 10:15 കഴക്കൂട്ടം ശാന്തിനഗർ മാർക്കറ്റിന് സമീപമായിരുന്നു അപകടം. അപ്പോൾ ഈ തെരുവുനായയുടെ ശല്യം നമുക്കറിയാം. രാത്രിയിലൊക്കെ പോവുകയാണെങ്കിലും റോഡിന് കുറുകെ ചാടുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ഈ തെരുവുനായ്ക്കളിൽ നിന്നും നമുക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കൺട്രോൾ വിട്ട് നമ്മൾ എന്താണേലും അപകടത്തിലോട്ട്, അപ്പം തലയിടിച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ തെരുവുനായ എന്നൊരു വിഷയത്തിൽ കൂടുതലും ഇനി നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിനായിട്ടൊരു നടപടി സർക്കാർ എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാകും. മറ്റൊരു വാർത്ത നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ മായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. എന്തായാലും അത് തുടങ്ങി എന്താ പറയുക, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. 728 കേസ് എടുത്തെന്ന് മന്ത്രി രമേശ്. ലഹരി മരുന്ന് വിൽപ്പനയ്ക്കെതിരെ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനകം 728 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ജൂൺ 2-നാണ് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചത്. ഇതിലൂടെ തന്നെ ഇപ്പോൾ ജൂൺ 2-ന് ആരംഭിച്ചു 728 കേസുകളാണ് ഇതിലൂടെ പുറത്തു വന്നത്. ഈ ഒരു കേസ് പുറത്തു കൊണ്ടുവന്നവർക്ക് അതിനായിട്ടുള്ള ഒരു പ്രതിഫലനം കൊടുക്കുന്ന രീതിയിലൊക്കെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒത്തിരി കേസുകൾ വിജിലൻസിന്റെ കീഴിൽ വരികയും നടപടിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓപ്പറേഷൻ തുഫാൻ ലഹരി എത്തിക്കുന്ന 2 വിദേശികളെ കൂടി പിടിയിലാക്കിയിട്ടുണ്ട്. അപ്പൊ വിദേശത്തു നിന്നും രാസലഹരി എത്തിക്കുന്ന ശൃംഖലയിലെ കണ്ണികളായ 2 വിദേശികളെ ഓപ്പറേഷൻ തുഫാൻ ദൗത്യത്തിൽ പോലീസ് പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പന്തളം സ്റ്റേഷനിലെ ലഹരി കേസിലെ പ്രതിയായ നൈജീരിയ പൗരൻ സാമുവൽ ഓക്ഫോറിനെ ഡൽഹിയിൽ നിന്ന് പത്തനംതിട്ട പെരുന്നാട് സ്റ്റേഷനിലെ കേസിൽ എൽസീന സനതൻ സോസ എന്ന വിദേശ വനിതയെ ബംഗളൂരിൽ നിന്നുമാണ് പിടികൂടിയത്. നൈജീരിയക്കാരിയായി ഇവർ വർഷങ്ങളായി ഗോവയിലാണ് താമസിക്കുന്നത്. അപ്പം പന്തളത്ത് 300 ഗ്രാം MDMA പിടികൂടിയ കേസിൽ അടൂർ സ്വദേശികളായ മുഹമ്മദ് ഷാൻ, ഷംനാദ്, ഷബീന ഖാൻ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് നല്ല രീതിയിലുള്ള ലഹരി മാഫിയ തന്നെ, അതായത് ലഹരി വേട്ട തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാം. ഇത് കാരണം ഇപ്പം നമുക്കറിയാം 18 പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ ഇതിനകത്ത് പെടുന്നുണ്ട്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കിനും ഇതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. സംസ്ഥാനത്തെ മുഴുവനും നമുക്ക് ഒരു ലഹരിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു ചുവടുവയ്പ് തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഇടുക്കിയിൽ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിന്റെ പരിസരത്ത് നടത്തിയ പരിശോധനയിൽ 8 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. പിന്നെ ചങ്ങനാശ്ശേരി നഗരത്തിലെ 2.1 ഗ്രാം MDMA-യുമായി മാഹിൻ സൽമാൻ മുഹമ്മദിനെ പിടികൂടി. പിന്നെ അതുപോരാഞ്ഞിട്ട് ടാറ്റു സെന്റർ ഉടമയുടെ കാറിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തി. ഇങ്ങനെ ദിനം പ്രതി അത് തുടങ്ങിയ ആ ഒരു ദിവസം തൊട്ട് ഇന്ന് വരെ ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു നടപടി അങ്ങനെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പൊ എന്താണ് നമുക്കിപ്പം കുട്ടികൾ, അതായത് ഈ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ലഹരികൾ സുലഭമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ വരികയാണെങ്കിൽ തന്നെ ആൾക്കാർ ഇതിൽ നിന്നും മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണെങ്കിലും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള ഒരു ലഹരി വേട്ട തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സബ്സിഡി നിരക്കിൽ കാർഷിക യന്ത്രങ്ങൾ മലയോര കർഷകരെ ഒടുവിൽ പറഞ്ഞു പറ്റിച്ചു. അതായത് 80% സബ്സിഡി നിരക്കിൽ മലയോര കർഷകർക്ക് കാർഷിക യന്ത്രങ്ങൾ ലഭ്യമാക്കുന്ന സർക്കാർ പദ്ധതി താളം തെറ്റി. കാട് വെട്ടിത്തെളിക്കുന്നതിനും മണ്ണൊരുക്കുന്നതിനുമുള്ള മെഷീനുകളും ജാതി, ഏലം, കുരുമുളക്, കൊക്കോ, തേങ്ങ ഉൾപ്പെടെയുള്ള ഉണക്കുന്നതിനുമുള്ള ട്രയറുകളും കുരുമുളക് മെതി യന്ത്രങ്ങളും ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ള മോട്ടോറുകളും മരുന്നടിക്കാനുള്ള ഡ്രോണുകളും ഉൾപ്പെടെയായിരുന്നു സബ്സിഡി കഴിഞ്ഞ് കുറഞ്ഞ തുകയ്ക്ക് ലഭ്യമാക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത്. അപ്പം ഇത്തരത്തിൽ മലയോര കർഷകർക്ക് ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങളെല്ലാം സബ്സിഡി നിരക്കിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുമെന്നുള്ള ഒരു വാഗ്ദാനം സർക്കാർ ചെയ്തിരുന്നു. അപ്പം അത് ഒടുവിൽ കർഷകരെ പറഞ്ഞു പറ്റിച്ചു എന്ന തരത്തിലുള്ള വാർത്തയാണ് വരുന്നത്. അതായത് 30 ലക്ഷം രൂപ വരെ വിലയുള്ള യന്ത്രങ്ങൾക്ക് ലഭ്യമാകുന്ന പദ്ധതി കൃഷി വകുപ്പ് മുഖേനയാണ് നടപ്പാക്കുന്നത്. നിരവധി അപേക്ഷകളും ലഭിച്ചിരുന്നു.
അറിയിച്ചിരുന്നു. കൃഷിവകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി തിരഞ്ഞെടുത്ത സബ്സിഡികൾ കുറച്ച് ബാക്കി പണവുമായി ബാങ്കിലെത്തിയപ്പോൾ 30 ലക്ഷം രൂപയ്ക്കുള്ള ഇടവ് വേണമെന്നും 9% പലിശയ്ക്ക് പണം വായ്പയായി നൽകാമെന്നുമാണ് പറഞ്ഞത്. അപ്പം അത്തരത്തിൽ വീണ്ടും 9% പലിശയ്ക്കാണ് കർഷകർക്ക് ഇത്തരത്തിൽ വായ്പ കൊടുക്കുന്നത്. അതൊരിക്കലും കർഷകർക്ക് താങ്ങാനാവുന്നില്ലെന്നും കർഷകർ പറയുന്നുണ്ട്. അതായത് 9% പലിശയ്ക്ക് പണം വായ്പയായി നൽകാമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. അപ്പം വായ്പ തുക മുഴുവൻ തിരിച്ചടച്ച ശേഷമേ സബ്സിഡി നൽകൂ എന്നും നിലപാടുണ്ട്. അപ്പോൾ അത് മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. കാരണം അവർക്ക് ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ വാങ്ങാനായിട്ട് സബ്സിഡി നിരക്കിൽ അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിലും പലിശ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത്തരത്തിൽ അവരുടെ കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഒടുവിൽ പറഞ്ഞു പറ്റിച്ചു എന്ന തരത്തിലാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊരു വാർത്ത KSRTC യാത്രയുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ്. KSRTC ബസ്സുകളിൽ വിദ്യാർത്ഥിനികൾക്ക് ലഭിക്കുന്ന സൗജന്യ യാത്ര ആനുകൂല്യം വിദ്യാർത്ഥികളായ ആൺകുട്ടികൾക്ക് നൽകണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MP. സ്ത്രീകൾക്ക് ലഭിക്കുന്ന യാത്രാ സൗജന്യം വിദ്യാർത്ഥികൾക്കും ലഭിക്കണം. എന്നാൽ അവരോടൊപ്പം പഠിക്കുന്ന ആൺകുട്ടികൾക്ക് സൗജന്യം ലഭിക്കുകയില്ല എന്നത് വിവേചനപരമാണെന്നാണ് പറയുന്നത്. ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ എല്ലാവരും ചിന്തിച്ച ഒന്ന് തന്നെയാണ്, എവിടെയാണ് ഈക്വാലിറ്റി എന്നുള്ള ഒരു കാര്യം, ഇവിടെ എവിടെ എല്ലാരും പറയുന്നത് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് കൊടുക്കുന്ന അതേ സ്വാതന്ത്ര്യവും എല്ലാം സ്ത്രീകൾക്കും കിട്ടണം എന്നുള്ള തരത്തിലാണ്. പക്ഷെ ഇതിപ്പോ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേക പരിഗണന കൊടുക്കുന്നു. അത് വിദ്യാർത്ഥിനികൾക്ക് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെയും ആൺകുട്ടികളെയും പരിഗണിക്കണം എന്നുള്ളത് ന്യായമായ ഒരു കാര്യം തന്നെ ഒരു ആണ്. ഇവരതിന് ജോസ് കെ മാണി പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് നോക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വിദേശ സർവകലാശാല ക്യാമ്പസ് കേരളത്തിലേക്ക് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. അത് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് വന്നൊരു വാർത്തയായിരുന്നു. ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ വിദേശത്തേക്ക്, അതായത് വിദ്യാർത്ഥികൾ അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ +2 ഡിഗ്രി കഴിഞ്ഞ ഉടൻ തന്നെ +2 വരെ കഴിഞ്ഞ ഉടനെ തന്നെ വിദേശത്തേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഒരിടയ്ക്ക്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിദേശ സർവകലാശാല ക്യാമ്പസ് കേരളത്തിലേക്കും എത്തും എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ്. അതായത് വിദേശ പഠനത്തിലുള്ള കുട്ടികളുടെ ഒഴുക്ക് കുറയ്ക്കാൻ കേരളത്തിലെ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ആരംഭിക്കും. നിലവിലുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളുമായി ചേർന്ന് വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് ക്യാമ്പസുകൾ തുടങ്ങാം. നയപരമായ തീരുമാനം മന്ത്രിസഭയും UDF-ഉം എടുത്ത ശേഷം ബഡ്ജറ്റിൽ പ്രഖ്യാപനം നടത്തും. അപ്പോൾ സർക്കാരിന് ഇതിൽ മുതൽ മുടക്കില്ലാതെ ആഗോള നിലവാരത്തിലുള്ള പഠനാവസരം ലഭ്യമാക്കുന്നതാണ് മെച്ചം. വിദേശ സർവകലാശാലകളോട് തുറന്ന മനസ്സാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ കേരള കൗമുദിയോട് പറയുകയും ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും വിദേശ സർവകലാശാലകൾ വരികയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വിദേശത്തോടുള്ള കുട്ടികളുടെ, യുവാക്കളുടെ, പുതുതലമുറയുടെ ഒഴുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ കൂടുതൽ അവസരങ്ങൾ തന്നെ നമുക്ക് കേരളത്തിലും ലഭിക്കുമെന്നുള്ളതും ഒരു നല്ലൊരു സൂചനയാണ് നൽകുന്നത്. അപ്പോൾ എന്താണെങ്കിലും അത് പ്രാബല്യത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ അറിയാം. മറ്റൊന്ന് വാഹന മോഡിഫിക്കേഷനെ കുറിച്ച് തന്നെയാണ്. സർക്കാർ അംഗീകൃത കേന്ദ്രങ്ങൾ വേണം മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാനത്ത് വാഹനങ്ങൾക്ക് രൂപമാറ്റം അനുവദിക്കുന്നതിനൊപ്പം സർക്കാർ അംഗീകൃത രൂപമാറ്റങ്ങളും സജ്ജമാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ശുപാർശ ചെയ്യും. നിലവാരമില്ലാത്ത വർക്ക്ഷോപ്പുകളിൽ രൂപമാറ്റം വരുത്തിയാൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണിത്. സുരക്ഷാ പരിശോധന ഉൾപ്പെടെ കഴിഞ്ഞാണ് ഓരോ മോഡൽ വാഹനങ്ങളും പുറത്തിറങ്ങുന്നത്. ഇവയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അപകടങ്ങൾക്ക് കാരണമാകും. നമ്മുടെ മന്ത്രി പറഞ്ഞതിലുള്ള മറ്റൊന്ന്, യുവാക്കൾക്കേറെ ആവേശം പകർന്ന ഒന്ന് തന്നെയായിരുന്നു വാഹന മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അതിലിപ്പോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അന്ന് ആ സമയം തന്നെ മന്ത്രി ഗണേഷ് കുമാർ ഒക്കെ രംഗത്തെത്തുകയും അതിനെതിരെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തില് ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമായി ചുരുങ്ങി പോകുമോ എന്നുള്ളതാണ്. കാരണം തുടക്കത്തിൽ നല്ല രീതിയിൽ മോഡിഫിക്കേഷൻ, അതൊരു പൂക്കി CM എന്നൊക്കെ പറഞ്ഞ ട്രെൻഡിങ് ആയിരുന്നു വലിയ രീതിയിൽ. പക്ഷെ ഇപ്പോൾ നിയന്ത്രണങ്ങൾ തന്നെ. കാരണം അദ്ദേഹം ചിന്തിക്കുന്നത് സേഫ്റ്റി തന്നെയാണ്, ജനങ്ങളുടെ സുരക്ഷ തന്നെയാണ് പ്രധാനം. അപ്പം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാഹനങ്ങൾ മോഡിഫൈ ചെയ്ത് റോഡിൽ ഇറങ്ങി അതൊക്കെ ഒരു ക്രേസ് തന്നെയാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് അപകടങ്ങൾ, സുരക്ഷ എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അപകടങ്ങൾ ഒഴിവാക്കുക, ജീവൻ സംരക്ഷിക്കുക
സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിന്റെ കേരളത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശന്റെ പ്രധാന ദൗത്യം എന്നുള്ളത്. അപ്പം അദ്ദേഹം എന്ത് നടപടി എടുക്കും എന്നുള്ളത് നമുക്കറിയില്ല. മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അവരുടെ വാഗ്ദാനം എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നോക്കി കാണുന്നത്. നമുക്കറിയാം ഒരുപാട് അപകടങ്ങളാണ് യുവാക്കളുടെ ഭാഗത്ത് നിന്ന്. ഇപ്പൊ 18 വയസ്സുള്ള ആള്, പ്രായപൂർത്തിയാകാത്തവർ തന്നെ ചീറിപ്പാഞ്ഞാണ് ബൈക്കിലും സ്കൂട്ടറിലും ഒക്കെ പോകുന്നത്. അവർക്കതൊരു ട്രെൻഡാണ്. അപ്പോൾ വാഹന മോട്ടിഫിക്കേഷനും കൂടെ കൊടുത്താൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് കടക്കത്തുള്ളൂ. കാരണം ഇന്ന വണ്ടി വേണം എന്ന് പറഞ്ഞ വീട്ടിലും വഴക്കുണ്ടാക്കി അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലും അതിന് പിന്നിലുണ്ട്. അപ്പൊ എല്ലാം ആലോചിച്ചിട്ട് മാത്രമേ ഒരു നടപടി എടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് കിട്ടും, ബിനോയ് വിശ്വം. അതായത് നമുക്കറിയാം പിണറായി സർക്കാരിന്റെ ഈ കടുത്ത തോൽവിക്ക് ശേഷം പിണറായിനെ തന്നെ പ്രതിപക്ഷ നേതാവ് ആക്കരുതെന്നുള്ളൊരു വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. അത് വലിയ രീതിയിലുള്ള വിവാദവുമായിരുന്നു. അപ്പം ഇത്തരത്തില് പാർട്ടി ഇത്തരത്തിൽ കനത്തൊരു തോൽവിയിലേക്ക് നയിച്ച നേതാവ് തന്നെ വീണ്ടും പ്രതിപക്ഷത്തേക്ക് വരണ്ട എന്നുള്ള ഒരു നിലപാടിലായിരുന്നു പാർട്ടിക്കുള്ളിൽ തന്നെ നിന്ന് ഉയർന്നിരുന്നത്. അപ്പം പ്രതിപക്ഷ നേതൃത്വ പദവി സംബന്ധിച്ച് ആദ്യമായി ആവശ്യം ഉന്നയിച്ച CPI ഉഭയകക്ഷി ചർച്ചകളിലാണെന്നും ആരോപിക്കപ്പെട്ടതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിലല്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം പരസ്പര ചർച്ച ചെയ്യാമെന്നും LDF ഉന്നയിക്കണമായിരുന്നുവെന്നും CPMന്റെ അന്നത്തെ പ്രതികരണം. കേരള കൗമുദിയിൽ കൗമുദി TV-യിൽ അദ്ദേഹം ഒരു അഭിമുഖ പരിപാടിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ചോദിച്ചത് CPM-ഉം CPI-യും അടിച്ചു പിരിയുമോ എന്ന ചോദ്യത്തിന് ഇല്ല, പിരിയാൻ രണ്ടു കൂട്ടർക്കും ആകില്ല, ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലല്ലോ എന്നൊരു മറുപടി അദ്ദേഹം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് അത്ര വലിയ പദവിയാണോ അതോ പിടിവാശിയാണോ? അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് പിടിവാശിയല്ല, പദവിയുടെ വലിപ്പം CPI ആകർഷിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പദവി പുല്ലുപോലെ വലിച്ചെറിഞ്ഞ പാർട്ടിയാണ് CPIM എന്നും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പം എന്താണേലും ഈ ഒരു CPM-ഉം CPI-യും തമ്മിലുള്ള ഒരു തർക്കം മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, അധികാരത്തിലേറിയിട്ടും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗോവിന്ദനെതിരെയും ഇത്തരത്തില് നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മറ്റൊരു വാർത്ത ഓപ്പറേഷൻ സന്ദേശ് കാലി കേരളത്തിലും എന്നൊരു വാർത്തയാണ്. കള്ളപ്പണ കേസിലെ അനുബന്ധ കുറ്റകൃത്യങ്ങളിൽ കൂടി കേന്ദ്ര ഏജൻസികളെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്ന ഓപ്പറേഷൻ സന്ദേശ് കാലി മാതൃക CMRL എക്സാലോജിക് കേസിലും ഉപയോഗിക്കാൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബംഗാളിലെ സന്ദേശ് കാലിയിൽ 2024 ജനുവരിയിൽ റേഷൻ കുംഭകോണം അന്വേഷിക്കാനെത്തിയ ED സംഘത്തെ ആക്രമിക്കപ്പെട്ടപ്പോൾ കേസിലെ പ്രതികളെ അടിമുടി പൂട്ടാൻ ആവിഷ്കരിച്ച അന്വേഷണ രീതിയാണ് മാതൃകയാക്കുന്നത്. നമുക്കറിയാം ED അന്വേഷണത്തെ തുടർന്ന് അവർക്കെതിരെ CPM പ്രവർത്തകരിൽ നിന്ന് ആക്രമണം നേരിട്ടിരുന്നു. എന്നാൽ 300-ഓളം പേര് അതിൽ പ്രതികളായിട്ട് കൂടി വളരെ ചുരുക്കം വരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പം അതിനെ തുടർന്നിട്ട് സന്ദേശ് കാലിയിൽ ഇതുപോലെ 2024 ED സംഘം ആക്രമിക്കപ്പെട്ടിരുന്നു. അപ്പൊ അവരെ പൂട്ടാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ സന്ദേശ് കാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘം കേന്ദ്ര ഏജൻസിയാണ്. അതിനെ ഈ കേരളത്തിലും ഈ EDയെ അവർക്കെതിരെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലും കൊണ്ടുവരും എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാവും, CBI അന്വേഷണമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഈ ഇത്രയും ആളുകളെ അറസ്റ്റ് ചെയ്യാനോ അതിൻ്റെ ഒരു നടപടി എടുക്കാനോ കഴിഞ്ഞിട്ടില്ല. പോലീസിനെതിരെയും ആ ഒരു സമയത്ത് ഭയങ്കര പോലീസിന്റെ വീഴ്ചയാണെന്നുള്ളത് കൂടി വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓപ്പറേഷൻ സന്ദേശ് കാലി കേരളത്തിൽ എത്തുമ്പോൾ ഈ പ്രതികളെ പൂട്ടാൻ കഴിയോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇനി നോക്കിക്കാണാവുന്നതാണ്. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വെളിപ്പെടുത്തലുമായി ഭാര്യ വിനോദിനി. അതായത് കോടിയേരിയുടെ മരണശേഷം ഒറ്റപ്പെട്ട ഉന്നതർ അവഗണിച്ചു. അതായത് CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം പാർട്ടിയിലെ ഉന്നതർ കുടുംബത്തെ ക്രൂരമായി അവഗണിച്ചെന്ന് ഭാര്യ വിനോദിനി. കേരളത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗം ആവശ്യത്തിന് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാറില്ലെന്നും അവർ വെളിപ്പെടുത്തി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ആരോപണമെന്നാണ് ആക്ഷേപം. ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിനോദിനിയുടെ വെളിപ്പെടുത്തൽ. അപ്പം കോടിയേരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം പാർട്ടിക്ക് എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ മരണശേഷം കുടുംബത്തെ വലിയ രീതിയിൽ പാർട്ടി അവഗണിച്ചു എന്ന തരത്തിലാണ് ഭാര്യ വിനോദിനി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്.
അപ്പോൾ അത് പാർട്ടിക്ക് ഇപ്പോൾ നിലവിൽ തന്നെ CPM, അതായത് പാർട്ടി നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യ തന്നെ ഒരു വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരുന്നത്. എന്തായാലും ഭരണപക്ഷം ഇതിനെ ആവേശത്തോടെ തന്നെ നോക്കിക്കണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പുതിയ മിഷൻ സമുദ്ര എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ്. 5 സ്വപ്ന പദ്ധതി കൂടി വിഷൻ 2031 രേഖയിൽ. സംസ്ഥാനത്തെ തീരദേശത്തെയും നദികളെയും കായലുകളെയും രാജ്യാന്തര വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിക്കുന്ന മിഷൻ സമുദ്ര സംസ്ഥാന സർക്കാരിന്റെ 5 സ്വപ്ന പദ്ധതികളിൽ ഒന്നായി നടപ്പിലാക്കാൻ തീരദേശ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന് നിർദ്ദേശം ലഭിച്ചു. ഗതാഗത, വ്യോമയാന, ജലവിഭവ വകുപ്പുകൾക്കും ചുമതലയുണ്ട്. UDF പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടികൾക്ക് പുറമെയാണ് 5 സ്വപ്ന പദ്ധതികൾ കൂടി വിഷൻ 2031 രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് വാഗ്ദാനങ്ങൾ എന്തായാലും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അതെ, മിഷൻ സമുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടിട്ടുള്ള മിഷൻ സമുദ്ര എന്നൊന്നാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് ജലഗതാഗതം വികസിപ്പിക്കും എന്നുള്ളൊരു മാറ്റമാണ് ഇതിലൂടെ കൊണ്ടുവരാനും ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം നടപ്പിലാകും, ഇതിനെങ്ങനെ ഏറ്റെടുക്കും, ഖജനാവ് കാലിയായ ഒരവസ്ഥയിൽ ഇതിനെങ്ങനെ ബാലൻസ് ചെയ്യുള്ളതൊക്കെ ഇനി നോക്കി കാണാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് Su-57 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് പുട്ടിന്റെ ഓഫർ. അതായത് നമുക്കറിയാം, ഈ ട്രംപിന്റെ നടപടിയെ തുടർന്ന് പുട്ടിനും അതായത് മോദിയും തമ്മിൽ ഒരു കുറച്ച് അകൽച്ച അത് ഉണ്ടായിരുന്നു. അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുതെന്നുള്ള തരത്തിൽ ട്രംപ് ഭീഷണിപ്പെടുത്തുകയും അതിനെ തുടർന്ന് ഇന്ത്യ അത് സമ്മതിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം അത്യാധുനിക സുഖോയ് Su-57 യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുമായി ചേർന്ന് സംയുക്തമായി നിർമ്മിക്കാൻ തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ. 5ാം തലമുറയിൽപ്പെട്ട Su-57 സാങ്കേതിക വിദ്യ പൂർണ്ണമായും കൈമാറാനും നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും സന്നദ്ധരാണെന്ന് പുടിൻ വ്യക്തമാക്കി. 30 Su-57 മോഡൽ യുദ്ധവിമാനങ്ങൾ നൽകാനും തയ്യാറാണ്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നേറുകയാണെന്നും പുടിൻ വെളിപ്പെടുത്തുകയുണ്ട്. അപ്പം നമുക്കറിയാം, പുടിൻ മോദി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് നമുക്കറിയാം. വളരെ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ബന്ധം ഇന്ത്യയും റഷ്യയും തമ്മിൽ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പുടിനും മോദി, ഇപ്പം ട്രംപിന്റെ ഒരു ഇടപെടൽ കാരണമാണ് മോദിയും പുടിനും തമ്മിലുള്ള ഒരു ചെറിയൊരു അകൽച്ച വന്നത്. പക്ഷെ എന്നിട്ടും അദ്ദേഹം വീണ്ടും തയ്യാറാണ്. ഇപ്പം റഷ്യയിൽ നിന്നും എണ്ണ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങരുതെന്നുള്ള ഒരു ഭീഷണി തുടർന്ന് മോദി മാറിയെങ്കിൽ പോലും അദ്ദേഹം വീണ്ടും, അതായത് നമുക്കറിയാം, ഇറാൻ അമേരിക്ക യുദ്ധത്തിലും ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ഇന്ത്യയിൽ ഇപ്പോഴും ആ പ്രതിസന്ധി വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പോലും റഷ്യ വീണ്ടും ഇന്ത്യക്ക് എണ്ണയും എല്ലാം തരാൻ തയ്യാറായിരുന്നു. അപ്പൊ അവരുടെ സൗഹൃദം നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇന്നലെ തന്നെ പറയുകയുണ്ടായി, മോദിയെ പോലെ ഒരാളെ തകർക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. ഇന്ത്യ വിശ്വസനീയ പങ്കാളിയാണെന്നാണ് പുടിൻ പറയുന്നത്. അതുപോലെ മോദി സർക്കാരിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകൾ ഒന്നായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ റഷ്യൻ ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള US ശ്രമങ്ങൾക്ക് വില പോകില്ല എന്നും അദ്ദേഹം പറയാറുണ്ട്. അപ്പൊ ഇന്ത്യ ചൈന വിഷയത്തിൽ ഇടപെടില്ല എന്നുള്ളൊരു വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പം എന്താണെങ്കിലും നല്ലൊരു ഇന്ത്യ കൂടുതൽ വലിയ രീതിയിൽ ഒരു സാമ്പത്തിക വികസനത്തിന്റെ പാതയിലാണ് ഇപ്പോൾ നമുക്ക് പറയാം. മറ്റൊരു വാർത്ത ധവളപത്രം പുറപ്പെടുവിച്ചതിനെ തുടർന്നിട്ടുള്ള തന്നെയാണ്. ശമ്പള വിഹിതം കുറയുന്നു, പെൻഷൻ വിഹിതം കൂടുന്നു എന്നുള്ള ഒന്നാണ്. കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിൽ ശമ്പളത്തിനായുള്ള വിഹിതം കുറയുന്നതായും പെൻഷൻ നൽകുന്ന വിഹിതം കൂടുന്നതായും സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്രത്തിൽ പരാമർശം. ശമ്പളത്തിനായി 2015-16 റവന്യൂ വരുമാനത്തിന്റെ 35.5% ചെലവിട്ടിരുന്നത് 2025-26 30.10% കുറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളുടെ ശമ്പളത്തിനുള്ള ചെലവ് സംബന്ധിച്ച് ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോഴും കുറവുണ്ട്. ശരാശരിയുമായുള്ള അന്തരം 18.1% നിന്ന് 9.8% കുറഞ്ഞത്. അപ്പൊ അവരുടെ ധവളപത്രം പുറപ്പെടുവിച്ചപ്പം ഒരുപാട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മോശമായി, ഇങ്ങനെ ശരിയല്ല എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. അങ്ങനെ ഒന്ന് തന്നെയാണ് ഈ ശമ്പള വിഹിതം കുറയുന്നു എന്നുള്ളതും പെൻഷൻ വിഹിതം കൂടുന്നു എന്നുള്ളതും. അപ്പം ഇവര് ഇത്രയും നടപടികൾ, വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തപ്പോൾ അതിനെ ഒന്ന് എല്ലാത്തിലേക്ക് എത്തിക്കാനാണല്ലോ ഇവരുടെ ഫണ്ടും കാര്യങ്ങളും. കാരണം പ്രതിപക്ഷം അതായത് പിണറായി സർക്കാർ ഒരുപാട് കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. VD സതീശൻ കണക്കുകൾ നിരത്തിയാണ്
പറഞ്ഞത്. അതെ. അപ്പൊ ഇതിനെങ്ങനെ അവര് എല്ലാത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം. അപ്പം അത് നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അഫ്ഗാൻ ഏകദിന ടെസ്റ്റ് ഇന്ന് തുടങ്ങുകയാണ്. അപ്പം 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടെസ്റ്റ് കളിക്കാൻ ഇറങ്ങുന്നത്. അയൽക്കാരായ അഫ്ഗാനിസ്ഥാനുമായുള്ള ഏക ടെസ്റ്റ് ഇന്ന് ന്യൂ ചണ്ഡീഗഡിലെ മുള്ളൻപൂർ സ്റ്റേഡിയത്തിലാണ് തുടങ്ങുന്നത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ അഫ്ഗാനെ നേരിടുന്നത് എന്നുള്ളൊരു പ്രത്യേകതയും ഈ ടെസ്റ്റിനുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള രണ്ടാമത്തെ മാത്രം ടെസ്റ്റാണ്. അതായത് 2018 നടന്ന ഏക ടെസ്റ്റിൽ അജിങ്ക്യ രഹാനെയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ഇന്നിങ്സിനും 262 റൺസിനും ജയിച്ചിരുന്നു. അപ്പം ടെസ്റ്റ് ഫോർമാറ്റിൽ അഫ്ഗാനെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു അത്. അപ്പോൾ ഇതുവരെ 12 മത്സരങ്ങൾ മാത്രമാണ് അഫ്ഗാൻ കളിച്ചിട്ടുള്ളത്. അതിൽ 4 വിജയം അവർക്കുണ്ട്. അപ്പോൾ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അഫ്ഗാനെ നേരിടാൻ ഇറങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനകത്ത് എത്രമാത്രം വിജയ സാധ്യത ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പം ഇന്ത്യ അഫ്ഗാനെ നേരിടാൻ പോവുകയാണ്. ഇന്ന് മത്സരം നടക്കും. അപ്പം ഗില്ലിന്റെ നേതൃത്വത്തിലാണ് മത്സരം നടക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അതിനായി കാത്തിരിക്കുകയാണ്. ഇന്ത്യ വിജയിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അവര്. മറ്റൊരു വാർത്ത ഏറെ അഭിമാനകരമായ ഒന്ന് തന്നെയാണ്. സീനിയർ അത്ലറ്റിക്സിൽ 8 റെക്കോർഡുകളാണ് നേടിയിട്ടുള്ളത്. സംസ്ഥാന സീനിയർ അത്ലറ്റിക്സിന്റെ ആദ്യ ദിനം 8 മീറ്റർ റെക്കോർഡുകൾ. അതിവേഗ താരങ്ങളായി പാലക്കാടിന്റെ PK ജിഷ്ണു പ്രസാദും കൊല്ലത്തിന്റെ MV ജിൽനയും 10.42 സെക്കൻഡിൽ 100 മീറ്റർ പിന്നിട്ടാണ് പാലക്കാടിന്റെ PK ജിഷ്ണു പ്രസാദ് കൊല്ലത്തിന്റെ അരുൺജിത്ത് സൃഷ്ടിച്ച 10.50 സെക്കൻഡിന്റെ റെക്കോർഡ് തകർത്തത്. എറണാകുളം 108.5 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നു. ലോങ് ജമ്പിൽ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി ആൻസി സാജൻ 6.38 മീറ്റർ ദൂരം പിന്നിട്ടാണ് 2022 കണ്ണൂരിന്റെ ശ്രുതി ലക്ഷ്മി സൃഷ്ടിച്ച 6.37 മീറ്ററിന്റെ റെക്കോർഡ് തകർത്തത്. അങ്ങനെ ഒത്തിരി നേട്ടങ്ങളാണ് എന്തായാലും ഉണ്ടായിട്ടുള്ളത്. 8 റെക്കോർഡുകളാണ് സീനിയർ അത്ലറ്റിക്സിൽ നേടാൻ സാധിച്ചത്. ഏറെ അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ അർഹമായ അംഗീകാരം ഇവർക്ക് എന്തായാലും ലഭിക്കട്ടെ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഇന്നറിയാം ഇന്ത്യൻ ക്യാപ്റ്റനെ. നമുക്കറിയാം സൂര്യകുമാർ യാദവ് IPL-ലാണെങ്കിലും അല്ലെങ്കിലും വേൾഡ് കപ്പിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഫോമിലായിരുന്നില്ല. അദ്ദേഹത്തിന് മികച്ച രീതിയിൽ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീം നായകസ്ഥാനത്ത് നിന്നും സൂര്യകുമാർ യാദവിനെ മാറ്റി പകരം ആരെ നിയമിക്കണമെന്നതിൽ ഇന്ന് ചീഫ് സെലക്ടർമാർ അജിത് അകാർക്കറുടെ അധ്യക്ഷതയിൽ ചേരുന്ന സെലക്ഷൻ കമ്മിറ്റി തീരുമാനമെടുക്കും. അപ്പം ഈ മാസം അയർലൻഡിനെതിരെ നടക്കുന്ന 2 2020-കൾ, അടുത്ത മാസം ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന 5 2020-കൾ, അതുപോലെ സെപ്റ്റംബറിൽ ഐസ് നഗോയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് എന്നിവയ്ക്കുള്ള ടീമുകളെ സെലക്ട് ചെയ്യാനാണ് കമ്മിറ്റി ചേരുന്നത്. അപ്പോൾ IPL ഉൾപ്പെടെ മോശം ഫോമിൽ തുടരുന്ന സൂര്യയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റാൻ BCCI സെലക്ടർമാർക്ക് അനുമതി നൽകിയെന്നാണ് സൂചന. അപ്പോൾ എന്താണേലും അദ്ദേഹത്തിന്റെ ഫോമില്ലായ്മ കാരണം ഇപ്പോൾ ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഇനി അടുത്തത് ആരായിരിക്കും എന്നാണ്. ഇപ്പം ഒരിടയ്ക്ക് വാർത്തകൾ വന്നിരുന്നു സഞ്ജുവിനെ ക്യാപ്റ്റൻ ആക്കുമെന്നുള്ള നിരത്തിൽ. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർക്കും അതിനകത്തൊരു പരിഗണനയുണ്ട്. അപ്പം ആരെയായിരിക്കും ക്യാപ്റ്റൻ ആക്കുക എന്നുള്ളത് ഇന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഏറെക്കുറെ എല്ലാ പത്രങ്ങളിലെയും പ്രധാന വാർത്തകളെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ആയിട്ട് നാളെ വരുന്നതായിരിക്കും.